ഡയോക്സിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുക്കുക. വിഷാംശം ഉള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുക്കൾ ആണ് ഡയോക്സിനുകൾ. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. വ്യവസായ പ്രക്രിയയുടെ ഉപോൽപ്പന്നങ്ങളാണിവ. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്കും തകരാറ് ഉണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. മുഴുവൻ ഓപ്ഷൻസും ശരിയാണ്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏതാണ്? ഓപ്ഷൻ സി ഭീമ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. B12 അപര്യാപ്തത. വൈറ്റമിൻ B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. മെഗാലോപ്ലാസ്റ്റിക് അനീമിയ. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ്പ് ക്വാർക്കിന് +2/3 ഇലക്ട്രോൺ ചാർജും ഒരു ഡൗൺ ക്വാർക്കിന് -1/3 ഇലക്ട്രോൺ ചാർജും ഉണ്ട്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും യഥാർത്ഥ ക്വാർക്ക് സംയോജനം ഏതാണ്? പ്രോട്ടോൺ 2 അപ്പ് ക്വാർക്ക് 1 ഡൗൺ ക്വാർക്കും, ന്യൂട്രോണിൽ 1 അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കുമാണ് ഉണ്ടായിരിക്കുക. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ഓപ്ഷൻ എ ജലം. 6 kg മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിൻ്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത്? ഓപ്ഷൻ ഡി എല്ലായിടത്തും 6 kg ആയിരിക്കും. വസ്തുവിൻ്റെ മാസ് എല്ലായിടത്തും ഒരേപോലെയായിരിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് പവറിൻ്റെ യൂണിറ്റാണ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ എന്നിവ. എന്നിവയിൽ സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില എത്രയാണ്? ഏറ്റവും താഴ്ന്ന താപനില -273.15 ഡിഗ്രി സെൽഷ്യസ്, -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്, 0 കെൽവിൻ.